നമ്മൾ ഇനി ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലുള്ള സെക്കൻഡ് പാർട്ട്. അപ്പോൾ അതിൽ മോൾ കൺസെപ്റ്റ്, മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 മോൾ ഓഫ് കാർബൺ അല്ലെങ്കിൽ 2 മോൾസ് ഓഫ് കാർബൺ 20 മോൾസ് ഓഫ് ഓക്സിജൻ എന്നൊക്കെ പറയാറുണ്ട്. മോൾ എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു നമ്പറാണ്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ഡസൻ എന്ന് പറയുന്നത് 12 എണ്ണത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണമാണ്. അതുപോലെ തന്നെ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 1 മോൾ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് നമ്പർ, അത് ചെറിയൊരു നമ്പർ അല്ല, ആ നമ്പർ ഇറ്റ് ഈസ് ഈക്വൽ ടു 6.022 into 10⁻23, ഒരു വലിയ നമ്പറാണ്. അപ്പോൾ 1 മോൾ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 into 10⁻23 എണ്ണം, അത്രയും എണ്ണം കാർബൺ ആണ് നമ്മൾ 1 മോൾ കാർബൺ എന്ന് പറയും. അപ്പോൾ ഒരു വലിയൊരു നമ്പർ ആയതുകൊണ്ട് നമ്മൾ ആ നമ്പർ പറയാറില്ല, നമ്മൾ എന്ത് പറയും, 1 മോൾ എന്ന് പറയും. ഈ നമ്പറിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ NA എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് എന്നുള്ളതാണ് 1 മോൾ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്പർ മാത്രമാണ്. പക്ഷെ ഈ മോൾ ആൻഡ് മോളിക്യൂൾ അത് രണ്ടും ഒന്നല്ല. പേരിൽ സാമ്യത ഉണ്ടെങ്കിൽ കൂടെ രണ്ടും രണ്ടായിട്ട്, 2 ഡിഫറെന്റ് ആയിട്ടുള്ള ടേമാണ്. മോളിക്യൂൾ ഇപ്പൊ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോ കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ അതിൽ കാർബൺ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അതിനെ ഇപ്പം എക്സാമ്പിള് കാർബൺ ആറ്റവും കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളുമാണ്. അതല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഹൈഡ്രജൻ മോളിക്യൂൾ. ഇപ്പൊ നമ്മൾ നോക്കി, ഇവിടെ കാർബൺ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ആറ്റം മാത്രമേ ഉള്ളൂ. CO2 എന്ന് പറയുന്ന സമയത്ത് കാർബൺ 2 ഓക്സിജൻ. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ മോളിക്യൂൾ എന്നാ പറയാം. അപ്പൊ ഇത് ഒരു മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡാണ്. ഒരു മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് ആണ്. മൊത്തത്തിൽ 3 ആറ്റംസ് ഉള്ളത്. ഇതൊരു മോളിക്യൂൾ ഹൈഡ്രജൻ ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റംസ്. അപ്പൊ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പക്ഷെ അതിൽ എന്തുണ്ടാവും, ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഉണ്ടാവും. ഒരു സിംഗിൾ ആറ്റം മാത്രമാണ് നമ്മൾ അതിനെ ആറ്റം എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ആറ്റം ആണ് കാർബണിന്റെ, ഇത് കാർബൺ ഡയോക്സൈഡിന്റെ ഒരു മോളിക്യൂൾ ആണ്. അപ്പൊ ഒരു മോൾ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 into 10⁻23 കാർബൺ ആറ്റംസ് ആണ്. ഒരു മോൾ മോളിക്യൂൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 into 10⁻23 അത്രയും എണ്ണം കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ നമുക്ക് എന്ത് പറയാം, 1 മോൾ മോളിക്യൂൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയാം. ഇനി ഇതൊക്കെ ഇന്റർ കൺവേർട്ടബിൾ ആണ്. അതായത് നമുക്ക് നമ്പർ ഓഫ് മോൾസിനെ വെയിറ്റിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ അതിനെ വോളിയം ഇൻ STP, അതല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവരെ ഇന്റർ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഇന്റർ കൺവേർഷനാണ് ഞാൻ ഈ ബോർഡിൽ വരച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പൊ മോൾസിനെ, നമ്പർ ഓഫ് മോൾസിനെ വെയിറ്റ് ഇൻ ഗ്രാംസിലേക്ക് മാറ്റണമെങ്കിൽ ഏതിന്റെ നമ്പർ ഓഫ്, കാർബണിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് പറയുന്നതെങ്കിൽ അതിന്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് 2 മോൾസ് ഓഫ് കാർബൺ. 2 മോൾസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 into മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ 12. അതല്ല 2 മോൾസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ 2 into 16. 2 മോൾസ് ഓഫ് നൈട്രജൻ ആണെങ്കിൽ 2 into 40. അപ്പൊ ഇൻറ്റു ക്യാപിറ്റൽ M ചെയ്താൽ എന്തായി, വെയിറ്റ് ഇൻ ഗ്രാംസ് ആയി. ഇനി നേരെ തിരിച്ച് വെയിറ്റ് ഇൻ ഗ്രാംസിനെ നമ്പർ ഓഫ് മോൾസിലേക്ക് എത്തിക്കണമെങ്കിൽ എന്താണ്, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ എക്സാമ്പിൾ 12 ഗ്രാം കാർബണിലെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ m ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M ആണ്. സ്മോൾ m എന്ന് പറഞ്ഞാൽ ഗിവൺ മാസും ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മോളാർ മാസ്. അപ്പോൾ ആൻസർ ചെയ്ത് 12 ഡിവൈഡഡ് ബൈ 12. സോ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ n is equal to ഗിവൺ മാസ്, തന്നിരിക്കുന്ന ഭാരം, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M മോളാർ മാസ്. ഇനി മോളിനെ നമുക്ക് നമ്പർ ഓഫ് ആറ്റത്തിലേക്ക് മാറ്റാം, അല്ലെ നമ്പർ ഓഫ് മോളിക്യൂൾസിലേക്ക് മാറ്റണമെങ്കിൽ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അതല്ല തിരിച്ച് നമ്പർ ഓഫ് ആറ്റത്തിനെ മോൾസിലേക്ക് മാറ്റണമെങ്കിൽ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. മോൾസിനെ വോളിയം ഇൻ STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 22.40 ചെയ്യുക. തിരിച്ച് വോളിയം ഇൻ STPയിലേക്ക് മോൾസിലേക്ക് മാറ്റണമെങ്കിൽ ഡിവൈഡഡ് ബൈ 22.4. ഇപ്പൊ എക്സാമ്പിളിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ആറ്റത്തിനെ വെയിറ്റ് ഇൻ ഗ്രാമിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 into 10⁻23 കാർബണിനെ 3 into 10⁻23 കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ
നമ്മളിപ്പോൾ ഇവിടെയുള്ള 3 ഇൻറ്റു നമ്മളൊരു കാർബൺ ആറ്റത്തിന്റെ എണ്ണമാണ് പറയുന്നത് 3 × 10⁻23. അപ്പൊ നേരിട്ട് വെയിറ്റ് ഇൻ ഗ്രാംസിലേക്ക് പോകേണ്ട, ആദ്യം നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ മോൾസിലേക്ക് മാറ്റാം. അപ്പൊ 3 × 10⁻23 അതിനെ എത്ര മോൾസ് ഉണ്ടെന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 അത്രയും മോൾസ് ആയിരിക്കും. മോൾസിനെ വെയിറ്റ് ഇൻ ഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ ഇൻറ്റു എം ആണ്. ഇവിടെ നമ്മൾ കാർബണിന്റെ കേസ് പറഞ്ഞതുകൊണ്ട് ഇൻറ്റു 12. അപ്പൊ ഈ ഒരു ചാർട്ട് നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് നമ്പർ ഓഫ് ആറ്റത്തിനെ നമുക്ക് വോളിയത്തിലേക്ക് മാറ്റാം, മോൾസിനെ വെയിറ്റ് ഇൻ ഗ്രാമിലേക്ക് ഏതും നമുക്ക് അവരെന്ത് ചെയ്യാം, ഇൻറ്റു കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് പല കാൽക്കുലേഷൻസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടെയാണ്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ചില സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻസിലും നമ്മൾ ഈ നമ്പർ ഓഫ് മോൾസും അതേപോലെ തന്നെ വെയിറ്റ് ഇൻ ഗ്രാം ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു ചില സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില യൂണിറ്റ്സ് ആണ് മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറയും, MOLARITY റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ മൊളാരിറ്റി. Molarity എന്ന് പറഞ്ഞാൽ it is defined as the number of moles of solute dissolved per liter of the solution. Number of moles of solute dissolved per liter of the solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1 ലിറ്റർ സൊല്യൂഷൻ എടുക്കുക, 1 ലിറ്റർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു വാട്ടറിലേക്ക് നമ്മൾ 1 മോൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. 1 മോൾ സൊല്യൂട്ട് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇത് 1 മോളാർ സൊല്യൂഷനാണ്. ഇപ്പൊ 2 മോൾസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് 2 മോളാർ സൊല്യൂഷൻ. ഇപ്പൊ മൊളാരിറ്റിയുടെ ഇക്വേഷൻ M is equal to WB divided by MB into 1000 divided by V. ഇതാണ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ. WB എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, MB മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്, V വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ml എന്നുള്ളതാണ്. ഇപ്പൊ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂട്ട്. ഇപ്പൊ പെർ ലിറ്റർ എന്നാണ് പറയുന്നതെങ്കിൽ കൂടെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോളിയം എന്ന് പറയുന്നത് മില്ലി ലിറ്റേഴ്സിൽ. കാരണം മില്ലി ലിറ്റേഴ്സിനെ ഇപ്പൊ ഡിവൈഡഡ് ബൈ ഇപ്പൊ 500 ml ആണെങ്കിൽ 500 ml എന്നുള്ളതാണെങ്കിൽ അതിനെ ലിറ്ററിലേക്ക് മാറ്റണം നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. ആ ഡിവൈഡഡ് ബൈ 1000 ആണ് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത്, ഈ ന്യൂമറേറ്ററിൽ കണ്ടിരിക്കുന്ന 1000. അപ്പൊ ഈ കാൽക്കുലേഷനിൽ WB divided by MB into 1000 divided by V എന്നാണെങ്കിൽ കൂടെ വോളിയം ഇൻ ലിറ്റേഴ്സ് അല്ല, ഇറ്റ് വിൽ ബി വോളിയം ഇൻ ml. കാരണം ആ മില്ലി ലിറ്ററിനെ 1000 by V എന്ന് പറയുമ്പോൾ ആ മൊത്തം ടേം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ലിറ്ററിലുള്ള ടേമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൊളാരിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വോളിയം ഇൻവോൾവ് ചെയ്യുന്ന ഒരു ടേമാണ്. വോളിയം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ മൊളാരിറ്റി എന്ന് പറയുന്ന യൂണിറ്റ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം ഞാൻ ഈ ഇക്വേഷനിൽ ഡിവൈഡഡ് ബൈ V 1000 by V എന്നല്ലേ വരുന്നത്, WB divided by MB into 1000 by V. അപ്പൊ ഇതില് ടെമ്പറേച്ചർ കൂടുമ്പം വോളിയം കൂടും. വോളിയം ഡിനോമിനേറ്ററിലുള്ള ഒരു ടേം ആണ് കൂടുന്നതെങ്കിൽ ഈ എമ്മിന്റെ വാല്യൂ കുറയും. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടി, വോളിയം ഡിനോമിനേറ്ററിലാണ് കൂടിയത്, വോളിയം ഡിനോമിനേറ്ററിൽ കൂടിയത് കൊണ്ട് മൊളാരിറ്റി എന്തായി, അവിടെ കുറഞ്ഞു പോകും. സോ ടെമ്പറേച്ചറും അതേപോലെ തന്നെ മൊളാരിറ്റിയും ഡിപ്പെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവിടെ മൊളാരിറ്റിയിലും ചേഞ്ചസ് വരും. ഇനി അതിന്റെ രണ്ടാമത്തെ ഒരു ടേമാണ് മൊളാരിറ്റി എന്ന് പറയും, MOLALITY. മൊളാരിറ്റി റെപ്രസെന്റഡ് ബൈ സ്മോൾ m. മറ്റേത് മൊളാരിറ്റി ക്യാപിറ്റൽ എമൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ എമൗണ്ട് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. നേരത്തെ പറഞ്ഞ പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ആണെങ്കിൽ ഇത് വരുന്നത് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ് എന്നാണ്. സ്മോൾ m ഈസ് ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB into 1000 divided by WA. ആണ് ഡിഫറൻസ്. WB by MB into 1000 divided by WA, where WA is the weight of solvent. ബാക്കി ടേംസ് ഒക്കെ സെയിം തന്നെയാണ്. WB MB അതിലൊന്നും മാറ്റമില്ല. പക്ഷേ WA എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്, ആൻഡ് വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. ഇക്വേഷനിൽ 1000 by WA ചെയ്യുന്ന സമയത്ത് ഈ മൊത്തം യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമിലേക്ക് മാറും.
അപ്പോൾ WA നമ്മൾ അവിടെ ഇപ്പോൾ 500 ഗ്രാം എന്നാണ് തന്നത്. അത് 500 ഗ്രാം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നമ്മൾ എന്തിലേക്ക് മാറ്റണ്ട, കിലോഗ്രാമിലേക്ക് മാറ്റണ്ട. കാരണം 1000/500 ചെയ്യുമ്പോഴേക്കും അത് എന്തിലേക്ക് മാറിയിട്ടുണ്ടാവും, കിലോഗ്രാമിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അത് വോളിയം ഇൻവോൾവ് ചെയ്യാത്ത ടേം ആയതുകൊണ്ട് മൊളാരിറ്റി എന്ന് പറയുന്ന ആരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മൊളാരിറ്റിയുടെ യൂണിറ്റ് മോളാൽ, മോളാൽ എന്ന് പറഞ്ഞ യൂണിറ്റോ അതല്ലെങ്കിൽ മോൾസ് പെർ കിലോഗ്രാം എന്ന് പറഞ്ഞ യൂണിറ്റിലും റെപ്രസെന്റ് ചെയ്യും. മൊളാരിറ്റി ആണെങ്കിൽ MOLARITY, മൊളാരിറ്റി എന്നാണെങ്കിൽ അതിന്റെ യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ, അതല്ലെങ്കിൽ അതിനെ മോളാർ എന്നും പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ 2 യൂണിറ്റ്സ് ഉണ്ട്, മോൾസ് പെർ ലിറ്റർ അതല്ലെങ്കിൽ മോളാർ. മൊളാരിറ്റിയുടെ യൂണിറ്റ് മോൾസ് പെർ കിലോഗ്രാം അതല്ലെങ്കിൽ മോളാൽ എന്ന് പറഞ്ഞ യൂണിറ്റ്. പിന്നെ അതിൽ വരുന്ന വേറൊരു കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒന്ന് മൊളാരിറ്റി, വേറൊന്ന് മൊളാരിറ്റി. പിന്നെ അത് വരുന്നതാണ് മാസ് പെർസെൻറ്റേജ്, മാസ് പെർസെൻറ്റേജ്. ഇപ്പൊ മാസ് പെർസെൻറ്റേജ് ഓഫ് എൻ ആറ്റം അല്ലെ മാസ് പെർസെൻറ്റേജ് ഓഫ് എൻ ആറ്റം എന്നൊക്കെ പറയുന്നത് മാസ് ഓഫ് എലമെന്റ്, മാസ് ഓഫ് എലമെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻടു 100. ഇപ്പൊ ഒരു സൊല്യൂഷന്റെ കേസിലാണെങ്കിൽ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് അല്ലെ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻടു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, അവിടെ മാസ് പെർസെൻറ്റേജ് കിട്ടും. ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് യൂണിറ്റ്സ് എന്ന് പറയാനുള്ള ഒന്ന് മൊളാരിറ്റി, വേറൊന്ന് മൊളാരിറ്റി, അതേപോലെ തന്നെ മാസ് പെർസെൻറ്റേജ്. ഇനി നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ അതിനെ നമ്മൾ സൈ എന്ന് പറഞ്ഞിരിക്കുന്ന സിമ്പൽ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പെർട്ടിക്കുലർ കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് കമ്പോണൻസ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക, 2 സബ്സ്റ്റൻസ് കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തത്, A അതേപോലെ തന്നെ B. ഇതില് A എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NA നമ്പർ ഓഫ് മോൾസ് ഓഫ് എയും B എന്ന് പറയുന്നത് NB നമ്പർ ഓഫ് മോൾസ് ഓഫ് ബിയോ ആണെങ്കിൽ ഇതില് ഈ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്ക് ഒരു മോൾ ഫ്രാക്ഷനും ബിക്ക് മറ്റൊരു മോൾ ഫ്രാക്ഷനും ആയിരിക്കും. ആ 2 വാല്യൂ സെയിം ആവാം, അതല്ലെങ്കിൽ ഡിഫറെന്റ് ആവാം. ഇപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് എ സൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണന്റ്. ആരുടെ മോൾ ഫ്രാക്ഷൻ ആണോ നമ്മൾ പറയുന്നത് അതിന്റെ number of moles to the total number of moles of components present in the solution. In psi b, mole fraction of second component എന്ന് പറയുന്നത് this is equal to NB divided by NA plus NB. ഇനി അഥവാ ഒരു നാലാമത് അല്ലെങ്കിൽ മൂന്നാമതൊരു കമ്പോണന്റും കൂടെ ഉണ്ടെങ്കിൽ psi c is equal to NC divided by N total. ടോട്ടൽ എന്ന് പറഞ്ഞാൽ NA പ്ലസ് NB പ്ലസ് NC. അപ്പൊ നമുക്ക് ബൈനറി പറയാം, 2 എണ്ണത്തിന്റെ കേസ് മാത്രം പറഞ്ഞാൽ മതി. Psi A is equal to NA by NA plus NB and psi B is equal to NB divided by NA plus NB. ഇനി psi A plus psi B, psi A plus psi B ആണെങ്കിൽ അതിന്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. കാരണം സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. ഇപ്പൊ psi A വാല്യൂ 1 ആണെങ്കിൽ അവിടെ psi B യുടെ വാല്യൂ 0 ആയിരിക്കും. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്യുവർ സബ്സ്റ്റൻസ്. ഒരു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിംഗ് നടന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ വാട്ടർ മാത്രമായിട്ട് എടുക്കുക, അതല്ലെങ്കിൽ ഷുഗർ മാത്രമായിട്ട്, സോൾട്ട് മാത്രമായിട്ട് പ്യുവർ സബ്സ്റ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ മോൾ ഫ്രാക്ഷന്റെ വാല്യൂ അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ അതേപോലെ തന്നെ സം ഓഫ് മോൾ ഫ്രാക്ഷൻസ് മൊത്തം ഇപ്പൊ ഒരു ബൈനറി സൊല്യൂഷനിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 കമ്പോണൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സൊല്യൂഷനിൽ അതിൽ ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷന്റെ വാല്യൂ 0.7 ആണെങ്കിൽ രണ്ടാമത്തെ കമ്പോണന്റിന്റെ 0.3, ഒന്നിന്റെ 0.5 ആണെങ്കിൽ രണ്ടാമത്തെ കമ്പോണന്റ് 0.5, ഒരു കമ്പോണന്റിന്റെ 0.9 അങ്ങനെയാണ് രണ്ടാമത്തെ കമ്പോണന്റ് 0.1. കാരണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വാല്യൂ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. എപ്പോഴും ആ വാല്യൂ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും 1. 2 കമ്പോണന്റ് ആണെങ്കിലാണ്. അപ്പൊ നമുക്കൊരു 10 കമ്പോണന്റ് ഉണ്ടെങ്കിൽ 9 കമ്പോണന്റ്സിന്റെ വാല്യൂ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ അവസാനത്തെ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന 4 ഡിഫറെന്റ് യൂണിറ്റ്സിൽ പെട്ടതാണ്. 1 മൊളാരിറ്റി, 2 മൊളാരിറ്റി, ദെൻ മാസ് പെർസെൻറ്റേജ്, അതേപോലെ
നാലാമത് നമ്പറിനാണ് ഇത് മോൾ ഫ്രാക്ഷൻ എന്നുള്ളത്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് നോക്കാനുണ്ട്. കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മാസ് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡയോക്സൈഡ്. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡയോക്സൈഡിൽ കാർബൺ എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കുക. കാർബൺ മൊത്തം CO2 ഒരു കാർബൺ ആറ്റം ഉള്ളത്. ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡഡ് ബൈ CO2 മൊത്തം മാസ്. CO2 മൊത്തം മാസ് തന്നെ കാർബണിന്റെ മാസും അതേപോലെ തന്നെ ഓക്സിജൻ, രണ്ട് ഓക്സിജന്റെയും കൂടെ മാസ് ചേർന്നാണ് CO2 മാസ്. ഇപ്പോൾ 12 പ്ലസ് ഓക്സിജന്റെ 16 ആണ്. രണ്ട് ഓക്സിജൻ ഉണ്ടെങ്കിൽ 32. 12 പ്ലസ് 32 44 ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ. അപ്പൊ ഈ 44 എന്ന് പറയുന്നത് കാർബണിന്റെ 12ഉം ഓക്സിജന്റെ 32ഉം കൂടെ കൂടിയതാണ്. ഇനി പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ദാറ്റ്സ് ഈക്വൽ ടു ഓക്സിജൻ 32 ആണുള്ളത്. ഇപ്പോൾ 32 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് രണ്ടിനും സെയിം ആയിരിക്കും 44 ഇൻറ്റു 100. ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുന്നത്. ഇപ്പോൾ കുറേ കൂടെ വലിയൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ C6H12O6 C6H12O6 പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 12. കാരണം 12 ഹൈഡ്രജൻ ഉണ്ട്. 12 ഹൈഡ്രജനിൽ ഓരോ ഹൈഡ്രജന്റെ മാസും 1 ഗ്രാം ആണെങ്കിൽ 12 ഹൈഡ്രജന്റെ മാസ് 12 ആയിരിക്കും. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് പറഞ്ഞാൽ കാർബൺ 6 ആണ്. ഇപ്പൊ കാർബൺ 6 എന്നുണ്ടെങ്കിൽ 12 ഇൻറ്റു 6 ദാറ്റ്സ് ഈക്വൽ ടു 76. ഹൈഡ്രജൻ 12 ഇൻറ്റു 1 ഇൻറ്റു 12 ദാറ്റ്സ് ഈക്വൽ ടു 12. ഓക്സിജൻ 16 into 6 that's equal to 96. So 184 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 divided by 184 into 100. ഇങ്ങനെയാണ് ഇവരുടെ ഈ രീതിയിൽ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് കാൽക്കുലേറ്റ് 12 ഡിവൈഡ് ബൈ 184 ഇൻറ്റു. അപ്പോൾ ഏതാണ് ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഏതിന്റെ ഗിവൺ മാസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അവരുടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാസ് പെർസെൻറ്റേജ് കിട്ടും. ദെൻ ഞാൻ പറഞ്ഞ മോളിക്കുലാർ ഫോർമുല അതേപോലെ തന്നെ എംപിരിക്കൽ ഫോർമുല. ഇപ്പൊ ചില സമയത്ത് ഇപ്പം ഒരു എംപിരിക്കൽ ഫോർമുല നമുക്ക് നോക്കാം. HO ഈ HO എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എംപിരിക്കൽ ഫോർമുല ഉണ്ടെങ്കിൽ അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് വേണമെങ്കിൽ HO തന്നെ ആവാം, അതല്ലെങ്കിൽ H2O2. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ H3O3 ഈ രീതിയിൽ പോകും. അപ്പം അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ C6H12O6. C6H12O6ന്റെ എംപിരിക്കൽ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നതിന്റെ എംപിരിക്കൽ ഫോർമുല വരുന്നത് CH2O എന്ന് പറഞ്ഞിരിക്കുന്ന എംപിരിക്കൽ ഫോർമുല. അപ്പൊ എംപിരിക്കൽ CH2O എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതിന്റെ മോളിക്കുലാർ ഫോർമുല ഇതും വരാം C2H4O2, അതല്ലെങ്കിൽ C3H6O3. ഇത്തരത്തിലുണ്ടാവുന്ന എംപിരിക്കൽ ഫോർമുലക്ക് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന മോളിക്കുലാർ ഫോർമുലാസ് ഉണ്ടാവും. അപ്പൊ ശരിക്കും ഒരു എംപിരിക്കൽ ഫോർമുല തന്നു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു മോളിക്കുലാർ ഫോർമുലയുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന റേഷ്യോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയാം. അതേപോലെ മോളിക്കുലാർ ഫോർമുല എംപിരിക്കൽ ഫോർമുല നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. മോളിക്കുലാർ ഫോർമുല എംപിരിക്കൽ ഫോർമുലയും നമ്മുടെ ഡിഫറൻസ് ആണ്, അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റിലേഷൻ ആണ്. മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. ഒരു മാസ് പെർസെൻറ്റേജ് ഒക്കെ തന്നിട്ട് ഒരു മോളിക്യൂളിന്റെ എംപിരിക്കൽ ഫോർമുലയും അതേപോലെ തന്നെ മോളിക്കുലാർ ഫോർമുലയും കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പെർസെൻറ്റേജ് ഓഫ് കാർബൺ അതേപോലെ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇത് രണ്ടും തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളോട് അതിന്റെ എംപിരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞതെങ്കിൽ ഇപ്പൊ പെർസെൻറ്റേജ് ഓഫ് കാർബൺ എക്സാമ്പിൾ എലമെന്റ് കാർബൺ ഓക്സിജൻ പെർസെൻറ്റേജ് എത്രയാണോ അതിനെ നമുക്ക് ഗ്രാംസിലേക്ക് കൺവേർട്ട് ചെയ്യാം.
ഇപ്പോൾ പെർസെൻറ്റേജ്, ഇപ്പോൾ കാർബൺ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 27.27 എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ് ആണ് തന്നെ, നേരിട്ട് അതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തേക്കുക. അതേപോലെ ഓക്സിജൻ 72.72 ആണെങ്കിൽ അതിനെ ഞാൻ 72.72 ഗ്രാംസ് എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇതിനെ നമ്പർ ഓഫ് മോൾസിലേക്ക് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെ, നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 27.27 ഗ്രാം ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 27.27 ഡിവൈഡഡ് ബൈ 12, 72.72 ഡിവൈഡഡ് ബൈ ഓക്സിജൻ ആണ്. ഓക്സിജന്റെ വാല്യൂ 60. ഇത് ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസിലേക്ക് നമ്മൾ എത്തും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഒരു 2.something അല്ലെ, 27 ഡിവൈഡഡ് ബൈ 12 ആണ്, 2.14 പോലെയുള്ള എന്തെങ്കിലും ഒരു വാല്യൂ ഇവിടെ നമുക്ക് കിട്ടുന്നു. ഇത് 72.72 ഡിവൈഡഡ് ബൈ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ചെറിയ ഒരു വാല്യൂയിലേക്ക് നമ്മൾ അവിടെ എത്തും. ഇതിൽ ഈ രണ്ട് വാല്യൂസിലും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. നമുക്ക് 2.14 ആണ്. 2.14 ആണെങ്കിൽ ആ നമ്പർ കൊണ്ട്, ആ ചെറിയ നമ്പർ കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 2.14 ഡിവൈഡഡ് ബൈ 2.14, 4 ഡിവൈഡഡ് ബൈ 2.14. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ 1ഉം ഇത് അപ്രോക്സിമേറ്റ്ലി 2 ആണെന്ന് വിചാരിക്കുക. കറക്റ്റ് കാൽക്കുലേഷൻ അല്ലെ, ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 1ഉം അതേപോലെ തന്നെ 2 ആണ് കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ കാർബൺ 1 അതേപോലെ തന്നെ ഓക്സിജൻ 2, നമുക്ക് അതിന്റെ എംപിരിക്കൽ ഫോർമുല പറയാം CO2 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ എംപിരിക്കൽ ഫോർമുല. നെക്സ്റ്റ് ഇവിടെ നോക്കുക, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ ഓഫ് 16 gram ഓഫ് മീഥെയ്ൻ. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുക എന്നുള്ളതാണ്. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഒരു സബ്സ്റ്റൻസ് കത്തുന്നതിനാണ് കമ്പഷൻ. രണ്ട് ടൈപ്പ് കമ്പഷൻ ഉണ്ട്, ഒന്ന് കംപ്ലീറ്റ് കമ്പഷൻ, വേറൊന്ന് ഇൻകംപ്ലീറ്റ് കമ്പഷൻ. കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കമ്പഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എക്സസ് ഓഫ് എയർ ഓർ ഓക്സിജൻ, അല്ലെ, കൃത്യമായിട്ട് അമിതമായിട്ട് എയറിന്റെ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ബേൺ ചെയ്യുന്നതിന് കംപ്ലീറ്റ് കമ്പഷൻ എന്നും, ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ ബേൺ ചെയ്യാൻ ആവശ്യമായ സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജനോ എയറോ ഇല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്നും പറയും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് കമ്പഷൻ ആണ്. അപ്പോൾ ഇതിവിടെ മീഥെയിന് 16 gram മീഥെയിൻ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസിലല്ല, അതിൽ നമ്മൾ അതിന്റെ ഗ്രാമിലാണ് അതിന്റെ ആൻസർ കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് അതിന്റെ ബേസിക് ആയിട്ട് ഉണ്ടാകുന്ന അതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. അപ്പൊ മീഥെയിന്റെ കമ്പഷന്റെ ഇക്വേഷൻ ആണ് CH4. നമ്മൾ കഴിഞ്ഞ സെഷനിലും പറഞ്ഞൊരു കാര്യം തന്നെയാണ്, പ്ലസ് 2O2 gives CO2 plus 2H2O. മീഥെയിൻ, അതിന്റെ മീനിങ് എന്താ, ഒരു മീഥെയിൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ 2 moles ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ 2 molecules ഓഫ് ഓക്സിജൻ വേണം. എന്നിട്ട് അവിടെ 1 mole കാർബൺ ഡൈ ഓക്സൈഡും 2 moles ഓഫ് വാട്ടർ വേപ്പറുമാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് H2O പറ്റി പറഞ്ഞിട്ടുണ്ട് ബൈ കമ്പഷൻ ഓഫ് 16 gram ഓഫ് മീഥെയിൻ. 16 gram മീഥെയിൻ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഗ്രാം വാട്ടർ പ്രൊഡ്യൂസ്, എത്ര ഗ്രാം ആണ്, എമൗണ്ട് ആയി ചോദിച്ചാൽ അവിടെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നമ്പർ ഓഫ് മോൾസ് ആണ്, അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേഷൻ മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും റിലേറ്റ് ചെയ്തിട്ടില്ല, അവരില്ല എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇവർ രണ്ടുപേരും വേണ്ട, നമുക്ക് ആര് മാത്രം മതി, മീഥെയിനും അതേപോലെ തന്നെ വാട്ടർ മോളിക്യൂളും മതി. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു വാല്യൂ ഉണ്ട് അല്ലെ, ഒരു 16 gram ഓഫ് മീഥെയിൻ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. 16 gram മീഥെയിൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ it will produce 2H2O. 2H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു H2O എന്ന് പറഞ്ഞാൽ 18 ആണ്. 2H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 into 2 അല്ലെങ്കിൽ 36 gram. അപ്പൊ ഇത് ഡയറക്റ്റ് ആണ്, എന്താണ് 16 gram മീഥെയിൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 36 gram ഓഫ് വാട്ടർ, അതായത് സ്റ്റാൻഡേർഡ് വാല്യൂ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുന്നു, ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് 50 gram ഓഫ് മീഥെയിൻ ആണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് 16 gram ആണ് നമ്മുടെ ആൻസർ, എത്രയാണ്, 36 ആണ്. അപ്പൊ 50 gram ആണെങ്കിൽ 50 gram ആണെങ്കിൽ അതിന്റെ വാല്യൂ x gram. നമുക്ക് നേരിട്ട് ഇപ്പൊ നേരത്തെ നമുക്ക് അറിയാം 16 ആണെങ്കിൽ 36 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 16 gram മീഥെയിൻ റിയാക്ട് ചെയ്യണമെങ്കിൽ 36 gram ഓഫ് വാട്ടർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 50 gram റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം വാട്ടർ കിട്ടും എന്നുള്ളത് ഒരു തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാം, 16 gram മീഥെയിൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 36 gram ഓഫ് വാട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ therefore 1 gram മീഥെയിൻ എത്ര പ്രൊഡ്യൂസ് ചെയ്യും, 36 ഡിവൈഡഡ് ബൈ 16 gram ഓഫ് വാട്ടർ H2.
നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ 50 gram ആണ് തന്നത്. 50 gram മീഥെയ്ൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 36 ഡിവൈഡഡ് ബൈ 16 into 50 gram of H2O will be produced. ഇതാണ് ഇതിന്റെ ആൻസർ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്രാം H2O കിട്ടും. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ്. ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, അതായത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ് CH4 plus 2O2 giving CO2 plus 2H2O. അത് മീഥെയ്ൻ തന്നെ വരണമെന്നില്ല, ഏത് ഹൈഡ്രോ കാർബണും തരാം. ഏത് ഹൈഡ്രോ കാർബൺ ആണെങ്കിലും അവരെ ബേൺ ചെയ്യുന്നതിന് അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CnH2n+2. ഇത് കംപ്ലീറ്റ് കമ്പഷൻ ആണ് നടക്കേണ്ടതെങ്കിൽ അതിന് വേണ്ട ഓക്സിജന്റെ അളവ് എന്ന് പറഞ്ഞാൽ 3n+1/2 3n+1/2O2 and produces n molecules of CO2 and n+1 molecules of H2O. So the equation CnH2n+2 is plus 3n+1/2O2 gives nCO2 plus n+1 H2. നേരത്തെ equation നോക്കുക, CH4 plus 3+1/2 4/2 2O2 gives nCO2. ഇവിടെ C1 ആണ്, അപ്പോൾ 1CO2 plus n+1 H2O 2H2O പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ബ്യൂട്ടൈൻ ആണെങ്കിൽ C4H10 പ്ലസ് എന്നിന്റെ വാല്യൂ 4 ആണ്, 3n+1 3 into 4 12+1 13. അപ്പൊ C4H10 കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ 13/2 ഓക്സിജൻ വേണം. ഇത് ആൽക്കെയിൻസിന്റെ കേസാണ്. ആൽക്കീൻസിനോ ആൽക്കൈൻസിനോ ഇക്വേഷൻ എടുക്കരുത്. ടു പ്രൊഡ്യൂസ് അല്ലെ എന്താണ് n മോൾസ് ഓഫ് CO2 എന്ന് പറഞ്ഞാൽ 4 കാർബൺ, n മോൾ എന്ന് പറഞ്ഞാൽ 4 കാർബൺസ് ഓഫ് 4 കാർബൺ ഡയോക്സൈഡ് പ്ലസ് 5 H2O. കാരണം n+1 H2 ആണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഓക്സിജൻ ബാലൻസ് അല്ലേ നോക്കി, ഇവിടെ 4O2 എന്ന 8 ഓക്സിജൻ പ്ലസ് 5 8 + 5 13. ഇവിടെ 13/2O2. ഇപ്പൊ 13/2O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഒരു O2, അത് 13O2 എന്ന 26 26/2 എന്ന് പറഞ്ഞാൽ 13. അപ്പൊ രണ്ട് സൈഡിലും കാർബൺ ഓക്സിജന്റെ എണ്ണം സെയിം ആണ്. കാർബൺ 4 ഹൈഡ്രജൻ 10 5H2O അവിടെ ഹൈഡ്രജൻ 10 ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. CnH2n+2 plus 3n+1/2O2 gives nCO2 plus n+1 H2O. കംപ്ലീറ്റ് കമ്പഷൻ. അപ്പൊ കംപ്ലീറ്റ് കമ്പഷന്റെ പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡും അതേപോലെ തന്നെ വാട്ടർ മോളിക്യൂളും. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണ് നടക്കുന്നതെങ്കിൽ, ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH4 plus 2O2 ന് പകരം O2 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് C plus 2H2O. ഈ കാർബണിന് പറയുന്ന പേരാണ് കാർബൺ ബ്ലാക്ക് എന്ന് പറയും. കാർബൺ ബ്ലാക്ക്. അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർബൺ ബ്ലാക്ക് ആണ്. അപ്പൊ ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടോ അല്ല അമിതമായ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ, ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ പരിമിതമായ ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ, കംപ്ലീറ്റ് കമ്പഷന്റെ പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡും വാട്ടർ മോളിക്യൂളും ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് കമ്പഷന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ബ്ലാക്കും അതേപോലെ തന്നെ H2O ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇതിന്റെ തിയററ്റിക്കൽ പാർട്ടായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ സെക്ഷനിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ന്യൂമറിക്കൽ സെക്ഷനിലേക്ക് നമുക്ക് പോവാം.